ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുവാണ് കേട്ടോ. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മയും അച്ഛനും നെടുമങ്ങാട് വന്നിട്ട് ഞങ്ങളെ വിളിച്ചായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ഒരു ടോയ് ഷോപ്പിൽ നിൽക്കുവാണ്. അപ്പോൾ ദക്ഷയ്ക്കും മോക്ഷയ്ക്കും 2 ചെയർ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വിളിച്ചു കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് ആദ്യം പോകുന്നത്. അവിടെ നിന്ന് പിന്നെ നമ്മൾ സ്ഥിരം പോകുന്ന സാധനം എടുക്കുന്ന കടയിലേക്ക് പോകണം. അപ്പോൾ നേരെ ഞങ്ങളത് ടോയ് ഷോപ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നടന്ന് വരാനുള്ള ദൂരമേ ഉള്ളൂ നമ്മുടെ അവിടെ നിന്ന് ഈ ഒരു കടയിലേക്ക്. കിഡ്സ് ലാൻഡ് എന്ന് പറയുന്ന ഒരു കടയാണ് കേട്ടോ. നമ്മുടെ നെടുമങ്ങാട് ഉള്ള കിഡ്സ് ലാൻഡിലേക്കാണ് വന്നത്. അപ്പോൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ അമ്മയും അച്ഛനും. അല്ലെങ്കിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അമ്മയും അച്ഛനും വന്നിട്ട് ഞങ്ങളെ വിളിച്ചപ്പോൾ പിന്നെ ആദ്യം ഇവിടെ വന്നിട്ട് നേരെ ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് അച്ഛനും അമ്മയും ദക്ഷയ്ക്കും മോക്ഷയ്ക്കും വേണ്ടി വാങ്ങിച്ച ചെയർ കേട്ടോ. ഇതുപോലത്തെ ഒരു ചെയറും കൂടെ ഉണ്ട്. അപ്പോൾ അത് അവിടുത്തെ കടക്കാരൻ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് അവർക്ക് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഫുഡ് കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഒരു ചെയർ ആയതുകൊണ്ട് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിനിപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല. കാര്യം അടങ്ങി ഒതുങ്ങി ഒരിടത്ത് ഇരിക്കുന്ന കുട്ടികളല്ല 2 പേരും. പ്രത്യേകിച്ച് ഭക്ഷണം കൊടുക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ സ്വന്തമായിട്ട് കഴിക്കണം. അതുപോലെ കൊടുക്കുന്ന ഭക്ഷണം എല്ലായിടത്തും വാരി വിതറിയിടും. ഇങ്ങനെ ഓടി നടക്കണം. ഭക്ഷണം കഴിക്കാൻ തീരെ താല്പര്യമില്ല. നമ്മളിങ്ങനെ പുറകേ നടന്നിങ്ങനെ വാരി കൊടുത്താലും അവർ കഴിക്കില്ല, തുപ്പിക്കളയും. അതുപോലെ ഭക്ഷണം എടുത്ത് എറിയും. അങ്ങനെയൊക്കെ ഉള്ള സ്വഭാവങ്ങളെല്ലാം ഉണ്ട് തന്നെ കേട്ടോ. അപ്പോൾ ഈ ഒരു ചെയറിൽ മര്യാദയ്ക്ക് ഇരിക്കുമെന്നുള്ള ആരെയും അറിയില്ല. പിന്നെ കൊണ്ടുപോയി നോക്കുമ്പോൾ അറിയാം എങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടോ, അതിനകത്ത് ഇരുന്ന് കഴിക്കുമോ എന്നൊക്കെ ഉള്ള കാര്യം അറിയാം. അങ്ങനെ ഇതാ അവർ സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. ഇനിയിപ്പം അവിടെ പോയിട്ട് നമുക്കെങ്ങാനും സെറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുവാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, സെറ്റ് ചെയ്ത് തന്നാൽ മതി, കാറിനകത്തല്ലാതെ പുറകിലത്തെ സീറ്റിനകത്ത് വയ്ക്കാമല്ലോ. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാറിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണേ. ഈ കിഡ്സ് ലാൻഡിൽ ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കടയാണ്. അത്യാവശ്യം നെടുമങ്ങാട്ട് കുട്ടികൾക്കുള്ള ടോയ്സൊക്കെ കിട്ടുന്ന നല്ലൊരു കടയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിഡ്സ് ലാൻഡിലോട്ട് വരാറുണ്ടായിരുന്നു മുമ്പൊക്കെ. ഇപ്പോൾ പിന്നെ അങ്ങനെ വരാറില്ല. കുറേ നാളുകളായി ഇങ്ങോട്ടേക്ക് വന്നിട്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ ജനിച്ച ആ ഒരു സമയത്ത് കിഡ്സ് ലാൻഡിൽ ഒരുപാട് തവണ ഞങ്ങൾ വന്നിട്ടുണ്ട്. കാര്യം അവരുടെ 1, 2, 3 മാസങ്ങളിലൊക്കെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ടോയ്സൊക്കെ വാങ്ങിക്കാൻ ഈ ഒരു കടയെ ആശ്രയിച്ചിരുന്നു. കാര്യം അവിടെ അങ്ങനത്തെ ഒരുപാട് ടോയ്സൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ ഞങ്ങൾ കിഡ്സ് ലാൻഡിൽ നിന്ന് നേരെ വന്നിരിക്കുന്നത് കുന്നിലാണ് കേട്ടോ. കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം എടുക്കണം. അപ്പോൾ 1 മാസത്തേക്കുള്ള സാധനങ്ങളാണ് നമ്മൾ എടുക്കാറ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ ഭ്രാന്ത് പിടിച്ചതുപോലെ ഒരു ഓട്ടമാണ് ഇന്ദുവിന്. കണ്ണി കാണുന്ന സാധനങ്ങളെല്ലാം വലിച്ചു വാരിയെടുക്കും. അത് സത്യമാണ് കേട്ടോ. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ. നമ്മൾ വീട്ടമ്മമാരായിട്ട് കഴിയുന്ന ആൾക്കാരൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ. ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ പറക്കി എടുക്കും. ഞാനങ്ങനെ ഒരു സ്വഭാവമാണ് കേട്ടോ. എന്നാലും ഇപ്പോൾ കുറേയൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേ നാളുകളായി ഇവിടേക്കാണ് കേട്ടോ വരുന്നത്. മുമ്പ് ഇവിടെ ആയിരുന്നില്ല വന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ നേരെ ഓച്ചിറ എന്ന് പറയുന്നത് സ്ഥലം ഓച്ചിറ അല്ല കേട്ടോ. ഓച്ചിറ ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു കടയുണ്ട് ഇവിടെ, ഹൈപ്പർ മാർക്കറ്റാണ്. അതിനെയാണ് ഓച്ചിറ എന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ ഓച്ചിറ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു. ഓച്ചിറ നിങ്ങളുടെ അടുത്താണോ, നെടുമങ്ങാട് ഒരു ഓച്ചിറ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നെടുമങ്ങാട് ഓച്ചിറ എന്ന് പറയുന്നത് കടയാണ് കേട്ടോ. അങ്ങനെ ആ ഓച്ചിറയിലോ അല്ലെങ്കിൽ രാമചന്ദ്രനിലൊക്കെയാണ് ഞാൻ പോകുന്നത് സാധനം എടുക്കാൻ. പക്ഷേ അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമുക്ക് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടിട്ട് മണിക്കൂറുകളോളം നിൽക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് എൻ്റെ പേരമ്മ പറഞ്ഞത് കുന്നിൽ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് നെടുമങ്ങാട്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല സാധനങ്ങളുമാണ്, നല്ല ക്വാളിറ്റി സാധനങ്ങളുമാണ്, അവിടേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിങ്ങനെ ഒരു ദിവസം കുന്നിലോട്ട് വന്നപ്പോൾ പിന്നെ ഇപ്പോൾ എല്ലാ പ്രാവശ്യവും പിന്നെ കുന്നിൽ നിന്നാണ് കേട്ടോ സാധനങ്ങളെല്ലാം എടുക്കുന്നത്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ബേക്കറി ഐറ്റംസ് ആയിരുന്നാലും നട്ട്സ്, മറ്റേ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനും മിൽക്ക് പ്രോഡക്ട്സ്, അതുപോലെ ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. ഒരു വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിലുണ്ട്. മറ്റേ
സ്റ്റീൽ പാത്രങ്ങൾ വരെ ഇതിനകത്തുണ്ട് കേട്ടോ. സ്റ്റീൽ പാത്രങ്ങൾ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ സ്റ്റീൽ പാത്രങ്ങളുടെയൊക്കെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് മറ്റേ ഫ്ലോർ ക്ലീനറിൻ്റെയൊക്കെ ഒരു സെക്ഷൻ വരുന്നത്. അപ്പോൾ അതൊക്കെ ഇരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളും കൂടെ ഞാൻ എടുത്തായിരുന്നു. അങ്ങനെ ഇതാ ഷോപ്പിങ്ങിൻ്റെ അവസാന ഘട്ടമാണ് കേട്ടോ താഴോട്ട് ഇറങ്ങിയത്. ആവശ്യമുള്ള വീട്ടിലത്തേക്ക് ഒരു മാസത്തേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തായിരുന്നു. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ തീപ്പെട്ടി വരെ എടുത്തായിരുന്നു കേട്ടോ. ഇതാ കണ്ടില്ലേ, ലേഡീസിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. ഒരുപാട് സാനിറ്ററി പാഡ്സും അതുപോലെ കുഞ്ഞുങ്ങളുടെ ആയിരുന്നാലും ഡൈപ്പറിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ എല്ലാം സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചു. ഇനി നേരെ ബില്ലടിക്കാൻ പോകണം. ഏട്ടൻ പോസ്റ്റ് അടിച്ച് നിൽക്കുവാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ സാധനങ്ങൾ പെറുക്കി എടുക്കുന്ന കണ്ടിട്ട് പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, ഫ്ലവർ വേസും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ചില്ല് കുപ്പികൾ, അതുപോലെ ഗ്ലാസ്സുകൾ, ഭരണികൾ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങളിതാ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് വന്നു. ബില്ലടിച്ചിട്ട് നേരെ ഇനി വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിൽ പോയി ഈ കസേര കൊടുക്കുമ്പോൾ ഉള്ള റിയാക്ഷൻ എങ്ങനെയാണാവോ, കണ്ട് തന്നെ അറിയാം. ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എണീറ്റായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങൾ കസേരകളെല്ലാം ഹാളിലേക്ക് പിടിച്ചിട്ടിട്ട് സെറ്റ് ചെയ്തു. അവർ ഉണന്ന പാടെ കാണുന്നത് ഈ കസേരയാണ്. അവർ പകലുറങ്ങുന്നത് തൊട്ടിലാണ് കേട്ടോ. തൊട്ടിലാണ് അവരെ കിടത്തി പകലുറക്കുന്നത്. അപ്പം നമ്മുടെ ഒരു ശ്രദ്ധ ഉള്ളത് കൊണ്ടാണ് പകൽ തൊട്ടിൽ കിടത്തുന്നത്. രാത്രി അങ്ങനെ തൊട്ടിൽ അങ്ങനെ കിടത്താറില്ല. അങ്ങനെ അവർ നേരെ എണീറ്റ് വന്നതും കണ്ടതും കസേരയാണ്. കണ്ടില്ലേ, ദക്ഷയുടെ ഒരു സന്തോഷം ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അവർക്ക്. അപ്പം തന്നെ അവർക്ക് കയറിയിരിക്കണം. അമ്മ എടുത്തിരുത്തുന്നുണ്ട്. എടുത്തിരുത്തിയപ്പോൾ ആദ്യം തിരിഞ്ഞു പോയി കേട്ടോ. അതാണ് ഈ കാണുന്നത്. അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം ഫുള്ള് ഇതിനകത്ത് തന്നെയായിരുന്നു. അതുപോലെ കഴിപ്പും കുടിപ്പും എല്ലാം ഇതിനകത്ത് തന്നെയായിരുന്നു. അമ്മ എടുത്തിരുത്തിയത് തിരിഞ്ഞുപോയി. പിന്നെ ഞാൻ നേരെ പിടിച്ചിരുത്തിയായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ ചെന്ന ഉടനെ തന്നെ അമ്മയും അച്ഛനെയും വിളിച്ച് പറഞ്ഞു. അവർക്ക് ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞു. അവർക്കും വലിയ സന്തോഷമായി. ഇവരുടെയൊക്കെ സന്തോഷം കാണുമ്പോഴാണ് മനസ്സ് സത്യം പറഞ്ഞാൽ നിറയുന്നത് അല്ലേ. കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിനുപരി എന്തുണ്ട് നമുക്ക് വേറെ ആനന്ദം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി കാണാം. അതുവരേക്കും ബായ്.